നമ്മൾ കൊച്ചു കുട്ടികളെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, കൊച്ചു കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, അവർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ടെൻഷൻ ഇല്ല, അവർ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഇതിനുള്ളൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അവര് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്ന വ്യക്തികളാണെന്നുള്ളതാണ്. അതായത് അവർക്ക് ഭാവിയെക്കുറിച്ച് ചിന്തയില്ല, അതുപോലെ കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ച് ചിന്തയില്ല. അവര് ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. നമ്മളും ഒരു സമയത്ത് പ്രസന്റ് മൊമെന്റിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. എന്നാൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തിയ സമയത്ത് നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ട്, അതുപോലെ കഴിഞ്ഞുപോയ പാസ്റ്റിലുള്ള ഒരുപാട് ചിന്തകളുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ ഭാവി കാലത്തെയും ഭൂതകാലത്തെയും കുറിച്ചൊക്കെ ഓർത്ത് നമ്മൾ എപ്പോഴും ജീവിക്കാൻ മറന്നു പോകുന്നത് നമ്മളുടെ ഈ ഒരു പ്രസന്റിലാണെന്ന് പറയാം. സോ നമ്മളെ പ്രസന്റിൽ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ആണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ വേറെ ഒന്നും തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു കാര്യവും വിഷ്വലൈസ് ചെയ്യുന്നില്ല, നമ്മൾ നമ്മളുടെ ഡ്രീമിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മളുടെ ചിന്തകളെ ഒന്നിലേക്കും കടത്തിവിടുന്നില്ല. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്.